തിരിച്ചു വരവിൽ അങ്ങനെ ഒരു ബാക്ക് ടു ബാക്ക് റോൾസ് കിട്ടും അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും നമ്മുടെ മനസ്സിലില്ല. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ കയ്യിൽ വന്ന് പെടുന്ന കഥാപാത്രങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാവുമ്പോൾ ഭയങ്കര പ്രോമിസിംഗ് ആണ് പിന്നെ മുന്നോട്ടുള്ള യാത്ര. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അക്കമ്മ എന്ന കഥാപാത്രത്തിന് ഞാൻ ഊഹിക്കുന്നു. ഒരുപാട് ഭയങ്കര ഇമോഷണൽ മുഹൂർത്തങ്ങളൊന്നും ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യുന്നത് അങ്ങനെയല്ല. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഡിമാൻഡ് ചെയ്തത് അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതിനകത്ത്. ബോഡി ലാംഗ്വേജ് പിടിച്ചോ അഭിനയം മനസ്സിൽ ഇമോഷൻസ് ഇട്ട് പണിയെടുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10 വർഷം നഗരസഭാ കൗൺസിലറായിരിക്കുന്ന കാലയളവിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പം കണ്ട ഇൻസിഡൻറ്റുകളെ, അതിലുള്ള കോർ ഇൻസിഡൻറ്റിനും ഞാൻ സാക്ഷിയാണ്. അപ്പം അതിന് ഞാൻ എഴുതി വന്നപ്പം അങ്ങനെ ആയിപ്പോയതാണ്. 18 വർഷത്തിന്റെ ഇടവേള എന്ന് പറയുന്നത് സിനിമയിൽ തന്നെ വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ജനറേഷൻ തന്നെ മാറി വരികയല്ലേ സിനിമയിൽ. അപ്പം അതിന്റെ ടെക്നിക്കാലിറ്റീസിലുണ്ടാവുന്ന ആ ഒരു ജനറേഷൻ ലീപ്പുണ്ട്, അപ്രോച്ചിലുണ്ടാവുന്ന ജനറേഷൻ ലീപ്പ്, കംറാഡറിയിലുണ്ടാവുന്ന ഒരു ജനറേഷൻ ലീപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഫ്രഷറെ പോലെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്പർ സംഘടിപ്പിച്ച് രാജീവ് രവിയെ വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് കിസ്മത്തിലേക്ക് എത്തുന്നത്. കിസ്മത്തിൻ്റെ തിരക്കഥ ഞാൻ മലയാളത്തിലെ പല തിരക്കഥാകൃത്തുകളുടെ അടുത്ത് പോയി പറഞ്ഞപ്പോഴും എവിടെയും ആരും എഴുതി തരാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ രാജീവ് രവിയാണ് എന്നെ നിർബന്ധിച്ചത്. എടാ, താനിത് നന്നായിട്ട് പറയുന്നുണ്ട്, താനിത് കടലാസിലാക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് എന്നെ തിരക്കഥാകൃതാക്കി മാറ്റിയതും രാജീവേട്ടനാണ്. അപ്പം ആ സിനിമയുമായിട്ട് എൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അത്ര വലിയൊരു ക്രാഫ്റ്റ് മാൻ ആയ രാജീവ് രവിയും അജിത്തേട്ടനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണത് തെറ്റാണ് ഞാൻ ആദ്യം പറയാം. ഒരു കട്ടിൽ ഒരു മുറി ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി പ്രിയമത കൃഷ്ണൻ, പൂർണിമ ഇന്ദ്രജിത്ത്, ഷാനവാസ് കെ ബാവുട്ടി, ഹക്കീം ഷാ. നമസ്കാരം. ശരിക്കും ഒരു മുറിയും ഒരു കട്ടിലേ തന്നോളൂ സംവിധായകൻ. എന്താ സിനിമ? റോംകോം ത്രില്ലർ ആണെന്ന് തോന്നുന്നു. പൂർണിമ പറയും. അതെ, സംവിധായകൻ അവിടെ ഇരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂർണിമയെ തുടങ്ങാന്ന് വിചാരിച്ചു. ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, അത് സിനിമയിലുടനീളം ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പ്രധാനപ്പെട്ട 3-4 ഘടകങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് എഴുത്തിനെ കുറിച്ച് തന്നെയാണ്. അതായത് പലേരി സാറ്, രഘുനാഥ് പലേരി സാർ കുറച്ച് കാലത്തിന് ശേഷം എഴുതുന്ന സ്ക്രിപ്റ്റാണ് ഒരു കട്ടിൽ ഒരു മുറിയുടേത്. അദ്ദേഹത്തിന്റെ എഴുത്തിലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും ടൈറ്റിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൗതുകമുള്ള ഓമനത്തുള്ള ടൈറ്റിൽസ് അല്ലേ കൂടുതൽ. ഈ കൗതുകം ഓമനത്വം രണ്ട് വാക്ക് പറഞ്ഞു ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. ഈ 1 മുതൽ 0 വരെ എന്ന് പറയുന്നത് സാറിന്റെ ആദ്യത്തെ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ പൂർണിമ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിക്കി കണ്ടു. അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5-6 വയസ്സുള്ള സമയത്താണ് ആക്ച്വലി. അതിൻ്റെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു നഴ്സറി സ്കൂൾ നടത്തിയിരുന്നു എറണാകുളത്ത്. അപ്പോൾ ആ നഴ്സറി സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും കൂടെ ചേർത്തിട്ടാണ് ആ സിനിമയിൽ ഗീതു മോഹൻദാസിൻ്റെ ക്ലാസ് ആയിട്ട് കാണിക്കുമല്ലോ, ആ ക്ലാസ് റൂമായിട്ട് കാണിക്കുന്നത്. അന്ന് അമ്മയുടെ സ്കൂളിലുള്ള കുട്ടികളാണ്. അമ്മയുണ്ട്, ഞാനുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ അമ്മൂമ്മയും ഉണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. കുറച്ച് ദിവസങ്ങൾ നീണ്ട ഷൂട്ടിംഗ് തന്നെയായിരുന്നു. എനിക്ക് ആക്ച്വലി ക്ലിയർ ആയിട്ട് പറയാൻ ആണെങ്കിൽ ഒരു കാര്യം ഓർമ്മയുള്ളത്, അതിനകത്ത് കുക്കുബേര സിങ്സ് ഓൺ ആൻ ഓൾഡ് ഗം ട്രീ എന്ന് പറയുന്ന ഒരു നഴ്സറി റൈം ഉണ്ട്. അത് ഞാനാ പാടിയത്. അതിന്റെ റെക്കോർഡിംഗ് അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ രഘുനാഥ് പലേരി സാറിന്റെ മുഖം ഓർമ്മയുണ്ട്. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാം. ഇതിന്റെ സ്ക്രിപ്റ്റ് നരേഷന് പൂർണിമയെ ഞാൻ കോൾ ചെയ്ത് ഞാനും സാറും കൂടെ പൂർണിമയുടെ അടുത്ത് പോകുമ്പം എൻ്റെ ലൈഫിൽ വേറൊരു ഭയങ്കര സന്തോഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഗീതു മോഹൻദാസ് 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പലേരി സാറും ഗീതു മോഹൻദാസ് കണ്ടിട്ടേ ഇല്ല, കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ആ കാണൽ സാധ്യമായത് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായ അക്കമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ സാറും കൂടി തീരുമാനിച്ചത് പൂർണിമയാണ്. പൂർണിമയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോയപ്പം പൂർണിമയും ഗീതും തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ട് അവിടെ ഒരു സർപ്രൈസ് അതിന് കാഴ്ചക്കാരനാവാന് എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അതിന് ഈ അവസരത്തില് പൂർണിമയോട് നന്ദി പറയാം. സാറിന്റെ റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അന്നത്തെ നറേഷന് ഞാനും സാറും ഷാനാസക്കും കൂടി ഇരുന്ന് അന്ന് നറേഷന്റെ സമയത്ത് ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുന്നിലുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത്, രാവിലെ ഒരു 10 മണിയോളം തുടങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുകയായിരുന്നു കഥാപാത്രങ്ങളിലൂടെ. ഞാൻ നേരത്തെ പ്രിയമതയോട് പറയണ്ടായിരുന്നു, ഞങ്ങൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് ബ്രേക്ക് ചെയ്തപ്പോഴും ഞാൻ
മധുമിയയുടെയും രുക്മാംഗതങ്കന്റെയും വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം സംസാരിക്കുമ്പോ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല്ലവി സാറ് കഥ പറയുമ്പോണ്ടല്ലോ, അദ്ദേഹത്തിലൂടെ നമുക്ക് സിനിമ കാണാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കഥ പറയുന്നത്. ശരിക്കും ആ കഥ കേട്ട അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കഥ പറയുമ്പോഴേ എന്നോടക്കമ്മ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ ഈ തിരിച്ചു വരവിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ വാക്കിപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ, മാറി നിന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പം തിരിച്ചു വരവിൽ അങ്ങനെ ഒരു ബാക്ക് ടു ബാക്ക് റോൾസ് കിട്ടും, അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും നമ്മുടെ മനസ്സിലില്ല. ആഗ്രഹങ്ങളുണ്ട്, മനസ്സിൽ എക്സ്പെക്ടേഷൻസ് കഴിയുന്നതും കുറവാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ കയ്യിൽ വന്ന് പെടുന്ന കഥാപാത്രങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാവുമ്പോൾ ഭയങ്കര പ്രോമിസിംഗ് ആണ് പിന്നെ മുന്നോട്ടുള്ള യാത്ര. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അക്കമ്മ എന്ന കഥാപാത്രത്തിൽ ഞാൻ ഊഹിക്കുന്നു. ശരിക്കും കിസ്മത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാണ്. കിസ്മത്ത് മാത്രമല്ല, ഒപ്പം ചേർത്ത് പറയാനുള്ള 2 പടങ്ങളും കൂടെ ഞാൻ പറയാം. രാജീവ് രവി സാറിൻ്റെ അന്നയും റസൂലും, അതേപോലെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആദിത്തേട്ടൻ്റെ ഈട എന്ന് പറയുന്ന സിനിമ. ഇത് 3ഉം ഒരേ ജോണറിൽ വരുന്ന സിനിമകളാണെന്ന് വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് രണ്ടാമത് പറയാം. ഈ കിസ്മത്ത് പോലെ തൊട്ടപ്പൻ പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള താങ്കളുടെ ഭാഗത്തു നിന്നാണ് ഒരു കോമിക് സിനിമ എന്ന് വിചാരിക്കാൻ പറ്റുന്ന, ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കുക, ഇല്ലെങ്കിൽ റോം കോം ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു സ്വഭാവമുള്ളൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് കൃത്യമായി പറഞ്ഞു തരൂ. അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ എനിക്ക് പ്രതീക്ഷകൾ ഇരട്ടിയാവുകയാണ്. എൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് കാക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ കഴിഞ്ഞ 2 പടത്തിൻ്റെ ജോണറല്ല ഈ സിനിമ, മേക്കിംഗ് സ്റ്റൈലല്ല ഈ സിനിമ. വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി പ്ലസൻ്റ് ആണ്, ആളുകൾക്ക് കുറച്ചും കൂടെ സന്തോഷം. പലേരി സാർ നേരത്തെ പൂർണ്ണിമ പറഞ്ഞ പോലെ പലേരിയൻ സ്ക്രിപ്റ്റിലുണ്ടാവുന്ന എല്ലാ രസങ്ങളും ചേർന്നതാണ്. ഇതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു കൗതുകം. സാധാരണ ഒരു മുറിയും ഒരു കട്ടിലുമാണ്, അങ്ങനെയാണ് പ്രയോഗം, നമ്മൾ കോമൺ പ്രയോഗം. അവിടെ രഘുനാഥ് പലേരി ബ്രേക്ക് ചെയ്തൊക്കെയാണ്, ഒരു കട്ടില് കഴിഞ്ഞിട്ട് മുറി വരുന്നത്. അവിടുന്ന് സ്വന്തം ഉണ്ട് ഈ സിനിമന്റെ കൗതുകം. അപ്പം ഇത് എത്ര കണ്ട് നിങ്ങളെ സന്തോഷപ്പെടുത്തും എന്ന് എനിക്കറിയില്ല. നിങ്ങളെ സന്തോഷപ്പെടുത്താൻ രഘുനാഥ് പലേരി എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ ആയിട്ട് ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. കാരണം ഈ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ സമകാലികൻ, എൻ്റെ 3ാമത്തെ സിനിമയാണ്. എൻ്റെ സമകാലികരായ ഒരു സിനിമാ സംവിധായകർക്കും ആ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ആ കാര്യത്തിൽ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ് ഭയങ്കര. അത് അപ്പം ഈ തിരക്കഥ കിട്ടിയപ്പം ഞാനെന്ന കേൾവിക്കാരനാണ് ആദ്യം കേട്ടത്. എന്നോട് തൊട്ടപ്പം കഴിഞ്ഞിട്ട് രഘുനാഥ് പലേരിയുടെ ഫ്ലാറ്റിൽ നിരന്തരം സന്ദർശകനായ ഞാനോട്, അല്ലെങ്കിൽ ഒരു അന്തേവാസിയായി എന്നോട് അദ്ദേഹം പല കഥകളും പറഞ്ഞപ്പോൾ, ഈ ഒരു കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എല്ലാ കഥകളും ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് നല്ല നല്ല ഗംഭീര കഥകളുണ്ട്, തിരക്കഥകളുണ്ട്. അപ്പം ഈ കഥ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം ആദ്യം കേൾവിക്കാരനെ സുഖപ്പെടുത്തി, രണ്ടാമത് അദ്ദേഹം ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തരുമായിരുന്നു എനിക്ക്. അല്ലാതെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം, ഫുൾ സ്ക്രിപ്റ്റായിട്ട്. അപ്പം ഞാനെന്ന വായനക്കാരനാണ്. അപ്പോൾ ആ വായനക്കാരിൽ നിന്ന് ഞാനെന്ന സംവിധായകന് കിട്ടിയ ഒരു ഔട്ട്പുട്ടിനെ ഞാൻ ഓഡിയൻസിൻ്റെ മുന്നിൽ സത്യസന്ധമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. അതെ, ശരിക്കും ഇഷ്ടപ്പെടണം. ഇപ്പോൾ പൊന്മുട്ടിടുന്ന താറാവോ, മേലേപ്പറമ്പിൽ ആൺവീടോ, അല്ലെങ്കിൽ മഴവിൽ കാവടിയോ പോലുള്ള ലെജൻഡായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ നമ്മുടെ മുമ്പിൽ ചെയ്തതാണ് സാർ. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു കോമഡി എന്തായാലും നമുക്ക് ആസ്വാദ്യകരമാകുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ത്രൂ ഔട്ട് കോമഡി സിനിമയോ ത്രൂ ഔട്ട് ഒരു ത്രില്ലർ സിനിമയോ അല്ല. ബേസിക്കലി ഇത് പറഞ്ഞാൽ ഈ സിനിമ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയകഥയാണ്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയകഥ. അപ്പം എൻ്റെ 2 സിനിമയിലും ഇതേപോലെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയകഥ. പക്ഷെ അതിന് വ്യത്യാസമായിട്ടുള്ള കുറച്ചും കൂടിയും ഡെപ്തും കുറച്ചും കൂടിയും അതിൻ്റെ ഒരു തലങ്ങളിൽ ഉള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു തീവ്രതയൊക്കെയുള്ള ഒരു സിനിമയാണിത്. എന്നാൽ ഇതൊരു ഫാമിലി 100% ഫാമിലിക്ക് തിയേറ്ററിൽ വന്ന് സന്തോഷത്തോടെ കണ്ടിറങ്ങി പോകാവുന്ന സിനിമയാണ്. റോംകോം ആണോന്ന് വെച്ചാൽ റോംകോം ആണ്, റോംകോം അല്ലേന്ന് വെച്ചാൽ അല്ല. ത്രില്ലർ ആണോന്ന് വെച്ചാൽ ത്രില്ലർ ഉണ്ട്, ഇന്ന് ത്രില്ലർ അല്ല. ഞാൻ പറഞ്ഞില്ല, ആ ടൈറ്റിലുള്ള സാറ് ഒളിപ്പിച്ചു വെച്ച തല കീഴായി സാറ് വെച്ച രഘുനാഥ് പലേരിയൻ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും. ഹക്കീം, ഇപ്പോൾ കിസ്മത്തും ഈ പറയുന്ന തൊട്ടപ്പനൊക്കെ ചെയ്ത ഒരു സംവിധായകൻ്റെ, പിന്നെ ഈ പറയുന്ന ക്രാഫ്റ്റ് ഒരുപാട് ചെയ്തിട്ടുള്ള രഘുനാഥ് പലേരിയുടെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ ചെയ്തതല്ല ഹക്കീം പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ ബാവുക്കുട്ടി വിളിക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വേറൊരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഈ കിസ്മത്തൊക്കെ പോലെ ഒരു ഭയങ്കര ഒരു വലിയ പടം, വേറൊരു തരത്തിലുള്ളൊരു പടമാണ്. ഇത് കോമിക്കാണ്.
അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ കോമിക്കാണെന്നുള്ളത് പറഞ്ഞിട്ടാണോ വിളിക്കണേ? ആദ്യം എനിക്ക് പാലേരി സാറിന് എനിക്ക് കൊത്ത് എന്ന് പറഞ്ഞ പടം തൊട്ടേ അറിയാം. അപ്പോൾ പോലെ ഈ മനുഷ്യനോടുള്ള കമ്പനി എനിക്ക് ഭയങ്കര രസമാണ്. ഇദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാനും പുള്ളി പറയുന്ന കഥകളും പുള്ളി തരുന്ന എനർജിയും ഭയങ്കര രസമാണ്. അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ എന്തായിരിക്കും സ്ക്രിപ്റ്റ് ചെയ്യാത്ത, എന്താ വരാത്ത, ഇല്ലെങ്കിൽ എപ്പോഴും എനിക്ക് പറ്റുക എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ചോദിക്കാൻ പോയിട്ടില്ല, ചിലപ്പോൾ മോശമായി പോയാലോ എന്ന് ഓർത്ത് ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇതുപോലെ ഷാനവാസ് ഖാനെ വിളിച്ച് കഥ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. ആദ്യം പാലേരി സാർ വിളിച്ചു, ഇങ്ങനെ ഷാനവാസ് വിളിക്കും, ഒരു പരിപാടിയുണ്ട് എന്ന് കേട്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു. ഷാനവാസൊക്കെ വിളിച്ച് കഥ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നുകൊണ്ടാണ് കേൾക്കണേ. ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ നടന്ന് ഫുള്ള് ഒരു 2 മണിക്കൂർ ഞാൻ നിൽക്കാതെ നടക്കുകയായിരുന്നു. ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നായിരിക്കും പറഞ്ഞു, അപ്പം തന്നെ തുടങ്ങാൻ പോവാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ ഡിലേ ആയി, ഒരു 4-5 മാസം ഡിലേ ആയി. പക്ഷേ എനിക്ക് എന്തായാലും ഞാനത് ചെയ്യും എന്നുള്ളത്, ലൈക്ക് സിനിമയുടെ ഔട്ട് എന്താണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന തമാശ എന്താണ്, സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചില്ല, എനിക്ക് നറേഷൻ മാത്രമേ കിട്ടിയുള്ളൂ. എന്താണ് ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഉറപ്പ് ഞാൻ പറഞ്ഞു. പിന്നെ ഈ വായിക്കുമ്പോഴാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ പാലേരി സാറിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഇതിനകത്ത് കഥാപാത്രത്തിൻ്റെ പേര് രുക്മാംഗതൻ എന്നാണ്. അപ്പോൾ രുക്മാംഗതൻ എന്നുള്ള പേര് ഞാൻ ഇതുവരെ ഒരിടത്തും കേട്ടിട്ടില്ല. അക്കമ്മ, അങ്ങനെ ആ ഒരു മധുമിയ, ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, ഒരു രണ്ടുപേരുണ്ട്, അത് അതിനകത്തൊരു സസ്പെൻസ് എലമെന്റ് ആണ്, അതെന്തുകൊണ്ട് പറയാനുള്ള. അപ്പോൾ മധുമിയ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കട്ടിൽ ഒരു മുറി. അപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം അടുത്തെന്താണ് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മുഴുവൻ ആ ഒരു ക്യൂരിയോസിറ്റി കിടക്കുന്നുണ്ട്. അവസാനം എത്തുമ്പോഴാണ് ഓക്കെ അതാണ് ഇപ്പൊ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞാൽ ഇതൊരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു റോം കോം പരിപാടി അല്ല, വേറെ തന്നെ ഒരു പാറ്റേണിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പ്രേമലു പോലെ ഒരു സിനിമ അല്ല, തീർച്ചയായിട്ടും. പ്രേമത ശരിക്കും റോഷാക്ക് പോലെ ഭയങ്കര ഡീറ്റെയിൽസ് നോക്കുന്ന ഒരു പടത്തിൽ പ്രേമതയെ കാണുമ്പോൾ പ്രേമതയുടെ ഒരു വാല്യൂ, തൊട്ടപ്പല്ലോ അതേപോലെ തന്നെ ഭയങ്കര രസമുള്ള അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. മറ്റൊന്ന് വെച്ചാൽ വേറെ ഒരുപാട് തലങ്ങളുണ്ട് അതിനകത്ത്. ഇതിനകത്ത് പാട്ടിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് തേടി പോകുന്ന ഒരു ക്യാരക്ടറാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആ പാട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയസ് എലമെൻ്റ് ഉണ്ട്. നിങ്ങൾ മഴയത്തുനിന്ന് കയറി വന്നിട്ട് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ഇന്നായി പടത്തിൽ, ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു പടം കണ്ടേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ഇത് സിനിമയിലുടനീളം ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ വിചാരിക്കുന്നത്. എന്താണ് പറയാനുള്ള പടം? എനിക്ക് ആക്ച്വലി ഈ മൂവി എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടറിൻ്റെ കൂടെ എനിക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അത് കുറച്ചും കൂടി സ്പെഷ്യൽ ആവുന്നത് എൻ്റെ ആദ്യ സിനിമ, എൻ്റെ സിനിമ എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ഡയറക്ടറാണ് ഷാനവാസ് ഖാൻ. അപ്പോൾ വീണ്ടും ഇക്കയുടെ കൂടെ ഒരു പ്രോജക്റ്റിൽ റീയൂണൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കൊരു വലിയൊരു താങ്ക് യു. പിന്നെ പാലേരി സാറിൻ്റെ പടങ്ങൾ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു കഥാപാത്രമായി ജീവിച്ചു തീർക്കാൻ പറ്റാന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഈ തൊട്ടപ്പലില് 2 പേര്, അതായത് മലയാളത്തിൽ അറിയപ്പെടുന്ന 2 അഭിനേതാക്കളാണ് വിനായകനും റോഷനും. റോഷനൊക്കെ ഒരുപാട് റേഞ്ചിലേക്ക് വളരേണ്ട നടന്മാരാണെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇനിയും പടം വരേണ്ടതുണ്ടെന്ന് കരുതുന്ന ആൾക്കാരാണ്. ഈ 2 പേരുടെയും നടുക്ക് നിന്നിട്ട് ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഇല്ലെങ്കിൽ എന്തായിരുന്നു? അവരുടെ കൂടെ പിടിക്കണ്ടേ? ടെൻഷൻ ഓബിയസ്ലി ഉണ്ടായിരുന്നു. മൂവിയാണ്, ഇതിനു മുമ്പ് സിനിമ സെറ്റ് കണ്ടിട്ടില്ല, എന്താണ് സിനിമ എന്നറിയില്ല. തൊട്ടപ്പന് മുമ്പ് കുറേ എന്താ പറയുക, കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു 3-4 മാസത്തോളം ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറകെ കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമ്പിലാണെങ്കിലും റോഷൻ ഉണ്ടായിരുന്നു. അപ്പം ടീം മൊത്തം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര പേടിയോടെ നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും സഹായിച്ച് ഒരു ബിഗ് പ്രോസസ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. അതുകൊണ്ട് ഓക്കെ തോന്നുന്നു. പൂർണിമ ശരിക്കും തിരിച്ചു വരിക എന്ന് പറയാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, വൈറസിലേക്ക് വന്നതിന് ശേഷം തുറമുഖം രാജീവ് രവിയുടെ ഒപ്പം ചെയ്യുക. രാജീവ് രവി എന്ന് പറയുന്ന വേറൊരു തോട്ടാണ്, ഇല്ലെങ്കിൽ വേറൊരു സ്കൂളാണെന്ന് നമ്മൾ പറയാൻ പറ്റും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം.
ആ സ്കൂളിൽ നിന്ന് അഭിനയിക്കുന്ന തുറമുഖത്തിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് കുറേ കാലം ടെലിവിഷനിലും സിനിമകളിലും ഒക്കെ നിന്നിട്ടുണ്ട്. അവിടെ വന്ന് ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു സംവിധായകൻ്റെ ഭാഗമായിട്ട് ഒരു നടിയായിരിക്കുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ്, എന്തായിരുന്നു? ഇല്ലെങ്കിൽ രാജീവ് രവി എങ്ങനെ കാണും? ടെലിവിഷനിൽ അതുവരെ അഭിനയിച്ചിട്ടില്ലായിരുന്നു. ടെലിവിഷനിൽ ഞാൻ ആദ്യകാലങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളായ ശേഷം കംപ്ലീറ്റ്ലി പോസ്റ്റിംഗ് മാത്രമാണ് ചെയ്തിരുന്നത്. അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നത് ആക്ച്വലി വൈറസിലൂടെയാണ്. വൈറസിലൂടെ വന്നു കഴിഞ്ഞിട്ടാണ് വൈറസ് കമ്മിറ്റ് ചെയ്ത്, വൈറസ് തുറമുഖം ഏകദേശം ഒരേ സമയത്താണ് കമ്മിറ്റ് ചെയ്തത്. ആദ്യം ഷൂട്ട് ചെയ്തത് വൈറസാണ്. തുറമുഖം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഇമോഷണൽ ജേർണി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് ലൈഫ്, അതായത് ആസ് എ പേഴ്സൺ ആൻഡ് ഓൾസോ ആസ് എൻ ആക്ടർ. അതായത് നമ്മൾ ഈ ഒരു വ്യക്തി എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന വൈകാരിക യാത്രയെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പം അതും ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പം രാജീവിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, നേരത്തെ താങ്കൾ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഒരു ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടാണ് അവരുടെ. അപ്പോൾ അവരുടെ അപ്രോച്ചും അവരുടെ കാര്യങ്ങളും എല്ലാം വളരെ അതിൻ്റെതായ ഒരു മൊമെൻറ്റും അതിനുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം പ്രോസസ്സിൽ വളരെയധികം വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പം ആ പ്രോസസ്സിലൂടെ മാക്സിമം ഇൻഡൾജ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമോഷണലി ഫിസിക്കലി എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താണ് ആ യാത്ര ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അത് നമ്മളുടെ ഇറ്റ് ക്ലച്ച് ഓൺ ടു യുവർ സോൾ, യുനോ. അതുപോലത്തെ ഒരു ഇമ്പാക്റ്റ് കഥാപാത്രങ്ങൾക്ക്, ഒരു അത്യാവശ്യം മീറ്റി റോളാണെങ്കിൽ ആ കഥാപാത്രങ്ങൾക്ക് നമ്മളുടെ പുറത്തുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ സിനിമയുടെ പ്രോസസ്സ് അതിനൊരു വലിയൊരു ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വളരെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 18 വർഷത്തിന്റെ ഇടവേള എന്ന് പറയുന്നത് സിനിമയിൽ തന്നെ വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രോമിനന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഒരു ജനറേഷൻ തന്നെ മാറി വരികയല്ലേ സിനിമയിൽ. അപ്പം അതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ ഉണ്ടാവുന്ന ആ ഒരു ജനറേഷൻ ലീപ്പുണ്ട്, അപ്രോച്ചിലുണ്ടാവുന്ന ജനറേഷൻ ലീപ്പ്, കംബ്രാഡറിയിലുണ്ടാവുന്ന ഒരു ജനറേഷൻ ലീപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഫ്രഷറെ പോലെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം വീണ്ടും അതേ സഞ്ചരിച്ച് എവിടെയോ മറന്നുപോയ പാതയിലൂടെ വീണ്ടും ഒന്നുകൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഓരോ സെറ്റിൽ നിന്നും നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ശരിക്കും മുന്നിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ പ്രാവർത്തികമാവുന്ന ലെസൺസ് നമുക്കുണ്ടാവാം. ഇല്ലാതെ ആ പ്രോസസ്സിലൂടെ നമുക്ക് ആ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ കൂടെയുള്ള ആക്ടേഴ്സിൽ നിന്ന് കിട്ടുന്നത്, ആ കഥാപാത്രം നമുക്ക് തരുന്നതായിട്ടുള്ള ഇഷ്ടംപോലെ ടേക്ക് അവേസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള അത് ഓരോ സെറ്റും ഇൻഡിവിജ്വലാണ്, ഓരോ കഥാപാത്രവും അതുപോലെ തന്നെയാണ്. അങ്ങനെ എനിക്കിപ്പം അധിക കഥാപാത്രങ്ങൾ ഇങ്ങനെ പറയാനില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ആവാം ആ പ്രോസസ്സിലും വളരെ ഹാപ്പി ആയതുകൊണ്ട് തന്നെയാവും. തുറമുഖത്തിന്റെ ഉമ്മ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തീർച്ചയായിട്ടും പാത്തുമ്മ, കാരണം പാത്തുമ്മയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ അത്രയും സമയം എടുത്തു, അത്രമാത്രം എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ ശരിക്കും ഇൻവെസ്റ്റഡ് ആയിരുന്നു, ഇമോഷണലി ഫിസിക്കലി എല്ലാം. പിന്നെ സമയം എടുത്തല്ലോ, അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. അതുപോലെ അധികം സമയം വേണ്ടി വന്നില്ല അക്കമ്മയ്ക്ക്, പക്ഷെ അക്കമ്മയ്ക്കും ഒരു ഭയങ്കര ഇംപ്രിന്റ് ഉണ്ട് എൻ്റെ. ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു സ്കൂളിൽ നിന്നും വേറൊരു ഭാഗത്ത് വരുമ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചത് മേ ബി ഇത് കുറെ കാലം ഞാൻ ഈ പാത്തുമ്മയും കൊണ്ട് നടന്നത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ഇത്രയുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണലി ഭയങ്കര ലെയേർഡായിരുന്നു തുറമുഖത്തിലെ പാത്തുമ്മ എന്നുള്ള കഥാപാത്രം, അതുകൊണ്ടായിരിക്കാം. ഇതിപ്പോ നമുക്ക് നമ്മളുടെ തന്നെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അവിടെ നിന്ന് ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരു ഒറ്റയടിക്കാണ് ഷൂട്ട് ചെയ്ത് തീർത്തത്. ഭയങ്കര ഫ്ലോയിലാണ് കാര്യങ്ങൾ പോയത്. ഈ ഒരു ദിവസം പോലും നമുക്ക് മാറി നിന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഡേ 1 തൊട്ട് ഡേ ലാസ്റ്റ് വരെ ഒരേ മൊമെന്റത്തിലാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ എന്റെ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു, പക്ഷെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടത്. അപ്പോൾ അത് ആ ക്യാരക്ടറിന്റെയും ആ ഡയലോഗുകളുടെയും ആ സാഹചര്യത്തിന്റെയും എല്ലാം ആ മൊമെന്റ്സ് നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ റിയൽ പേഴ്സണിന്റെ പുറത്തതൊരു ഇംപ്രിന്റ് ഇട്ടിട്ട് പോകുന്നത് സ്വാഭാവികമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ
വിശകലനം ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നതാണ് അങ്ങനെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ഷിഫ്റ്റ് തന്നെയാണ്, ഒരു സ്കൂളിൽ നിന്നും വേറെ സ്കൂളിൽ നിന്നും പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ പുതിയ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇപ്പൊ കാലാപാനി എന്ന് പറയുന്ന ഹിന്ദി വെബ് സീരീസിൽ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നു. സീസൺ 1 കഴിഞ്ഞു. സീസൺ 2 ആണ് നടക്കുന്നത്. കാണാൻ പറ്റിയിട്ടില്ല. അല്ല, പുതിയ കാലഘട്ടത്തിൽ അഡ്രസ് ചെയ്യുന്ന ഒരു വെബ് സീരീസിലൂടെ അത് അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ടാണ്. ആക്ച്വലി വൈറസും അതെല്ലാം 2018 കലാപാനി എന്ന് പറയുന്നത് 2022 പക്ഷെ 2022 തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഓരോ റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചും വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഹിന്ദിയിലാകുമ്പോൾ അവരുടെ ഒരു കുറച്ച് അവരുടെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ക്രാഫ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇപ്പം ഓരോ ഓരോ സ്കൂളിൽ നിന്നും ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും. അതുപോലെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരുന്നു. കാരണം നമുക്ക് ഭാഷ അറിയില്ല, അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസും അതിന്റെ വോക്കൽ ട്രെയിനിങ്ങും ഡിക്ഷൻ ട്രെയിനിങ്ങും അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും വലിയ ഗുണം ഇന്നത്തെ കാലത്ത് OTT എന്ന് പറയുന്നത് നമുക്ക് പല പല ഭാഷയിലുള്ള ആൾക്കാർ ഒരേ സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നേരത്തെ ഒരു സിനിമയിൽ ചിലപ്പോൾ 1-2 ആക്ടേഴ്സ് പുറത്തുനിന്നായിരിക്കും. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. കാരണം നിങ്ങളുടെ റീജിയനോ നിങ്ങളുടെ ഭാഷയോ ഒന്നും ഇപ്പൊ പരിമിതിയല്ല. ആസ് എൻ ആക്ടർ, ആസ് എ ക്യാരക്ടറാണ് നിങ്ങൾ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പം അത് അത്രയും ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ. തീർച്ചയായിട്ടും അതിൽ നിന്ന് പഠിക്കാനും കുറെ കാര്യങ്ങളുണ്ടാവും. പൂർണിമയുടെ ക്യാരക്ടേഴ്സിൽ എനിക്ക് ഈ മേഘമൽഹാറിലെ കുട്ടി അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. ഇല്ലെങ്കിൽ അയാളോട് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വരും. പ്രേമം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ കൂടെ നടക്കും. സമയമില്ല പക്ഷെ പ്രേമിക്കാൻ. അപ്പോൾ ആ പടത്തിനുള്ളിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സൈഡിൽ ഒരു പ്രണയം, വേറൊരു പ്രണയം പോകുന്നുണ്ട്. പക്ഷെ ഇയാളുടെ മാനസികാവസ്ഥ പറയാതെ തന്നെ നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചു. അതൊരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. പക്ഷെ ഞാൻ ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഇത്രയായിട്ട് അറിയില്ലായിരുന്നു. ഇത്രയും ഞാനതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. കമൽ സാർ പറയണ പോലെ തന്നെ ചെയ്തു. പിന്നെ അങ്ങനെ എൻ്റെ മനസ്സിന് അതിനൊരു അന്നത്തെ പ്രായത്തിൻ്റെയും ആവാം, അങ്ങനെ ആ കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കാനോ കഥാപാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ള അങ്ങനെ ഒരു ചിന്തയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രായം കുറേ ആയിക്കഴിഞ്ഞ് സിനിമകൾ വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സ്ത്രീയുടെയും ഓരോ യാത്രയുണ്ടല്ലോ. അതായത് അവരുടേതായിട്ടുള്ള ഒരു വൈകാരിക യാത്രയിൽ അവർ തന്നെ മാറിപ്പോകുന്നതാണ്. അവർ മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് അതിന്റെ സംഭവം. അതൊരു നാച്ചുറൽ ബീയിങ് ആയിട്ട് മാറുകയാണ്. പക്ഷെ വേറൊരാൾക്ക് അത് കാണുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ എലിമെന്റ് കിട്ടും. അതൊരു ഇവർക്ക് ചെറുതായിട്ട് ഭ്രാന്തുണ്ടോ എന്ന് കുറച്ച് ചെറുതായിട്ട് ഒരു 25 വയസ്സ് കുറവില്ലേ എന്നൊക്കെ തോന്നി ചോദിക്കണമല്ലോ. പക്ഷെ അതാണ് ഐ തിങ്ക് ആ ഒരു എക്സെൻട്രിസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അതങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്നത് ആ ക്യാരക്ടർ. അതെ, അതും ഭയങ്കര ഓഫ് ബീറ്റ് ആയിരുന്നല്ലോ. അങ്ങനെ ഒരു സിനിമയിൽ വളരെ ഒരു ബ്രീസ് പോലെ ഇളം കാറ്റ് പോലെ ആ സിനിമ പൊക്കോണ്ടിരിക്കുന്ന പെടപ്പ് ഈ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സീനേ ഉള്ളെങ്കിലും രേഖയോട് ഒരു സ്നേഹം തോന്നില്ല. കിസ്മത്ത്, അന്നയും റസൂലും, അതേപോലെ ഈട, ഈ സിനിമകൾ തമ്മിലൊരു കണക്ഷൻ സത്യത്തിൽ തോന്നുന്നുണ്ട്. അത് വെറുതെ തോന്നുന്നതാണോ? ഇപ്പൊ അജിത്തേട്ടൻ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് ഇപ്പുറത്തെ കിസ്മത്ത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ഷൻ എഡിറ്റ് ചെയ്തത് അജിത്തേട്ടൻ, അങ്ങനെ അന്നയും റസൂലും ചെയ്തത് മനുഷ്യൻ, ഇങ്ങനെ പറയുന്ന ഒരു കണക്ഷൻ അല്ല. അത് അതിനകത്ത് ആ സ്വഭാവം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടോ ആ പടങ്ങൾക്ക്? ബേസിക്കലി ഈ രാജീവേട്ടൻ, അജിത്തേട്ടൻ, ഇത് രണ്ടുപേരും എൻ്റെ ഗുരുനാഥന്മാരെ ആണ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ അക്കാദമിക്കായി പഠിച്ച ആളല്ലേ. അന്നയും റസൂൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഗഹനമായി ചിന്തിക്കുന്നത്. എൻ്റെ നാട്ടിലെ പൗർണമി തിയേറ്ററിൽ സെക്കൻഡ് ഷോ ഇരുന്ന് കണ്ടിട്ട് ആ സിനിമ എന്നെ അത്ര കണ്ട് പെയിൻഫുള്ളാക്കുകയും അത്ര കണ്ട് എന്നെ അസ്വസ്ഥാക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞാൻ നമ്പർ സംഘടിപ്പിച്ച് രാജീവ് രവിയെ വിളിക്കായിരുന്നു. അവിടുന്ന് തുടങ്ങിയ സൗഹൃദമാണ് കിസ്മത്തിലേക്ക് എത്തുന്നത്. രാജീവേട്ടനാണ് കിസ്മത്തിന്റെ പ്രൊഡ്യൂസറിൽ ഒരാള്. രാജീവേട്ടനാണ് കിസ്മത്ത് ചെയ്യാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും എനിക്ക് ഒരുക്കി തന്നത്. രാജീവേട്ടനാണ്. കിസ്മത്തിന്റെ തിരക്കഥ ഞാൻ മലയാളത്തിലെ പല തിരക്കഥാകൃത്തുകളുടെ അടുത്ത് പോയി പറഞ്ഞപ്പോഴും എവിടെയും ആരും എഴുതി തരാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പം രാജീവ് രവിയാണ് എന്നെ നിർമ്മിച്ചത്. എടാ, താനിത് നന്നായിട്ട് പറയുന്നുണ്ട്,
താനിത് കടലാസാക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് എന്നെ തിരക്കഥാകൃതാക്കി മാറ്റിയതും രാജീവേട്ടനാണ്. അപ്പം ആ സിനിമയുമായിട്ട് എൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അത്ര വലിയൊരു ക്രാഫ്റ്റ് മാൻ ആയ രാജീവ് രവിയും അജിത്തേട്ടനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണത് തെറ്റാണ് ഞാൻ ആദ്യം പറയാം. ഞാൻ അവരുടെ പക്ഷേ എന്നെ പ്രചോദിപ്പിച്ച, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫിലിം മേക്കറും ഒരു സിനിമയാണ് അന്നേ റസൂൽ. അപ്പം സ്വാഭാവികമായി എൻ്റെ നാട്ടിൽ ഞാൻ 10 വർഷം നഗരസഭാ കൗൺസിലറായിരിക്കുന്ന കാലയളവിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പം കണ്ട ഇൻസിഡൻറ്റുകളെ, അതിലുള്ള കോർ ഇൻസിഡൻറ്റിനും ഞാൻ സാക്ഷിയാണ്. അപ്പം അതിന് ഞാൻ എഴുതി വന്നപ്പം അങ്ങനെ ആയിപ്പോയതാണ്. ഈടാന്നെന്ന സിനിമയും അതിൻ്റെ പ്രോസസ്സ് മുതൽ ഞാനുണ്ട്. ആ പടത്തിൻ്റെ കൂടെ ഞാനുണ്ട്. വേറെ പലതരത്തിലും ആ പടത്തിൽ അജിത്തേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അജിത്തേട്ടൻ ഈട ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അന്നേ റസൂലിന് അതുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പടത്തിനും അതുണ്ടാവാൻ കാരണം ഞാൻ അന്നേ റസൂൽ എന്നെ അത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ റോമിയോ ആൻഡ് ജൂലിയറ്റ് സത്യം പറഞ്ഞാൽ വായിച്ചിട്ടില്ല. അത് വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പോഴും വായിച്ചിട്ടില്ല. അപ്പം റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ സ്വാധീനം ഉണ്ടാവാൻ കാരണം അന്നേ റസൂലിന്റെ ആ പടം കണ്ടതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കാഴ്ചയിലൂടെയാണ് എൻ്റെ സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ കാണുന്നത് ഷോർട്ടായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അപ്പം ഈ 3 പടത്തിനും അങ്ങനെ ഒരു സാമ്യത ഉണ്ടാവാൻ കാരണം ഞാൻ അന്നേ റസൂലും കണ്ടതുകൊണ്ടും അന്നേ റസൂൽ എന്നെ സ്വാധീനിച്ചത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. ആ പടത്തിൽ വിനയ് ഫോർട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ അയാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കവർ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വരെ പെർഫെക്റ്റ് സാധനമാണ്. എനിക്കൊരു പക്ഷേ ഇത്രയും നന്നായിട്ട് പോലീസ് സ്റ്റേഷൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും നന്നായിട്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ കഴിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ഒരു സംവിധായകനാവാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് മുട്ടുപറച്ചു. കാരണം ഇത് ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ പറയാം, ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ആക്ടേഴ്സിനെയാണ്. ഇതിനകത്ത് അക്കമ്മയെ ആണെങ്കിൽ പൂർണിമയെ ഞാൻ വളരെ ആശ്രയിച്ചിട്ടുണ്ട്. മധുമിയക്ക്, പ്രേമത ആശ്രയിച്ചിട്ടുണ്ട്. രുക്മാങ്കദനെ ആവാൻ അക്കീമിനെ ഭയങ്കര ആശ്രയിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടും കൂടെ ഉണ്ട് അതിനകത്ത്. ഇപ്പം വിനയ ചെയ്ത ക്യാരക്ടർ വിനയൻ്റെയും കൂടി ഔട്ട്പുട്ട് ഉണ്ട്. ആ ഔട്ട്പുട്ടിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് എൻ്റെ ക്യാരക്ടറിനൊരു വളർച്ച, ഗ്രോത്ത്, അങ്ങനെ വളർന്നു പോകുന്നത്. ഒരു ഡയറക്ടർ എന്നതിൽ ആസ്വദിക്കാറുണ്ട് ഞാൻ. എൻ്റെ ക്യാരക്ടർ വളർന്നു വരുന്നത്, അതിൻ്റെ ഡെപ്ത്ത്, അവർ ആ ആക്ടർ ആ ക്യാരക്ടറായി അവരിൽ നിന്നും ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഉയർച്ച ആ ക്യാരക്ടറിന് കിട്ടുന്നത് ഞാൻ നന്നായി ആസ്വദിക്കാറുണ്ട്. അപ്പം അത് വിനയ് ഫോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, ഇപ്പുറത്ത് ഹക്കീമിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, ഇവിടെ പൂർണിമയുടെ അടുത്തും പ്രേമത്തിനും വിനായകനെ ഞാൻ ശരിക്കും വളരെ, എനിക്ക് ഇപ്പോഴും കൊതിയുണ്ട് വിനായകനെ വെച്ച് ഇനിയും സിനിമ ചെയ്യാൻ. കാരണം വിനായകനെ ഷൂട്ട് ചെയ്തതിന് ശേഷം വിനായകൻ്റെ ഫൂട്ടേജ് കണ്ടിട്ട് ഞാൻ വായ തുറന്നിങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം അത്ര കണ്ട് മനോഹരമായിട്ട്, കാരണം അയാൾ അതുവരെ ചെയ്യാത്ത ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. വിനായകനെ നമ്മൾ കണ്ടത് ഭയങ്കര ലൗഡായിട്ട് അലറി വിളിക്കുന്ന, അതല്ലാതെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു അപ്പൻ്റെ സ്നേഹം, ഉള്ളിൽ പ്രണയവും അപ്പുറത്ത് നഷ്ടപ്പെട്ട പ്രണയമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ കൂടുതൽ അത് എനിക്ക് ഔട്ട്പുട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് എൻ്റെ എഡിറ്റിംഗ് ടേബിളിലാണ്. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ക്യാരക്ടേഴ്സ് വളരെ വലുതാവുന്നത്. അപ്പം ആ പ്രോസസ്സിന് സഹായകരാവാറ് ആക്ടേഴ്സ് തന്നെയാണ്. തീർച്ചയായും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഹക്കീമിനോട് ഒരു കാര്യമുണ്ട്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ഹക്കീമിനെ ഞങ്ങൾ അംഗീകരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുന്ന പടങ്ങളിലൊക്കെ, ഇപ്പോൾ കടകൻ്റെ റിവ്യൂ വരുന്ന സമയത്ത് പോലും ഹക്കീമിനാരും കുറ്റം പറഞ്ഞിട്ടില്ല. പടത്തിൻ്റെ ക്രാഫ്റ്റും മേക്കിങ്ങും ഒക്കെ ഓക്കെയാണ്, പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ അപ്പോഴും ഹക്കീം എന്ന് പറയുന്ന ആക്ടറിനെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റി. അതിനകത്ത് സ്റ്റണ്ടൊക്കെ അസാധ്യമായിട്ട് വന്നിട്ടുണ്ടെന്നാണ്, ഞാൻ പടം കണ്ടില്ല, പക്ഷേ കേൾക്കുന്ന റിവ്യൂസിൽ സ്റ്റണ്ടൊക്കെ അസാധ്യമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒരു അഭിനയ സാധ്യത ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പ്ലോർ ചെയ്യല്ല, എക്സ്പ്ലോയിറ്റ് തന്നെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ അഭിനയിച്ച് ബുദ്ധിമുട്ടേണ്ട പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഈ കഥാപാത്രം സഞ്ചരിക്കുന്ന രീതിയിൽ ഇങ്ങനെ എന്നോട് ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലൊരു കൂട്ടുകാരൻ ഇപ്പോഴും ഉണ്ട്. ഇതേ തരത്തിൽ ലൈക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് ഒരാൾ. അത് പുള്ളിയുടെ ലൈഫായിരുന്നത്. എനിക്ക് പുള്ളിയായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പിന്നെ ഈ ഒരുപാട് ഭയങ്കര ഇമോഷണൽ മുഹൂർത്തങ്ങളൊന്നും ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യുന്നത് അങ്ങനെയല്ല. ലൈക്ക് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്ത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഡിമാൻഡ് ചെയ്തത് അങ്ങനെയല്ല, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ
എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത്. ബോഡി ലാംഗ്വേജ് പിടിച്ചോ അഭിനയം മനസ്സിൽ ഇമോഷൻസ് ഇട്ട് പണിയെടുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണിയൊക്കെ പുള്ളി എടുത്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും. അല്ല ഇതില് അക്കീമിന്റെ ആണെങ്കിൽ ഇവരെ 3 പേരുടെയും ക്യാരക്ടർ അല്ല, ഇതിൽ ഓൾ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സിനും ഇതുവരെ അവർ ചെയ്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ല ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറും. അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ രഘുനാഥ് പല്ലവിയുടെ എഴുത്തിൽ അതുണ്ട്. അപ്പം അതിനെ കൺസീവ് ചെയ്തപ്പം അത് എളുപ്പമായി, എനിക്കും അത് എക്സിക്യൂട്ടീവ് ചെയ്തെടുക്കാൻ എളുപ്പമായി വളരെ. ഇപ്പം അക്കീമാണെങ്കിലും കുറച്ച് വൈബ്രൻ്റായ അക്കീമിനെ ഞാനത്. അപ്പം അക്കീമിനെത്തുമ്പോൾ അക്കീമിൻ്റെ കടൈസിയിലെ ബിരിയാണി എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിൽ, ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നടനെ അറിയില്ല. ഞാൻ ചോദിച്ചു ഇയാളെ ആരാണ് സത്യം. അക്കീമിൻ്റെ ഇപ്പം ഈ ഷോർട്ടിൽ നിന്ന് പറഞ്ഞല്ലേ ഫ്രീഡം മിഡ്നൈറ്റ്, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അക്കീമിനെ ഞാൻ പല സിനിമയിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ റോളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പടം ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇത് ആരാണ് ഇത്, കാരണം അതിനകത്ത് അപ്പനെ കൊല്ലാൻ വരുന്ന റിവെഞ്ചിനേക്കാൾ അപ്പനേക്കാൾ വലിയ കുഴപ്പക്കാരനെ വെച്ച ഒരു സൈക്കോന്നുമല്ല അയാൾ. അതിൻ്റെയും വലിയ ഇതാരാണെന്ന് എനിക്ക് ഇവിടുത്തെ കിട്ടിയില്ല. പ്രണയവിലാസാണ് അക്കീമിനെ രുക്മാംഗതനിലേക്ക് എത്തിച്ചത്. പ്രണയവിലാസം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടപ്പം നമ്മൾ തേടുന്ന രുക്മാംഗതൻ അക്കീമിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് അക്കീമിലേക്ക്. തീർച്ചയായിട്ടും എനിക്കിത് കേൾക്കുമ്പോൾ ഇത് പൊളിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ജോണർ ആയിരിക്കുമെന്ന് മാത്രമേ സിനിമ കണ്ട് തീരുമാനിക്കേണ്ടതുള്ളൂ. ഏതായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്നാണ് എനിക്കും പറയാനുള്ളത്. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.